വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ്. ഇന്ന് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുവൈറ്റിലുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ആപ്പായിരിക്കും സാഹേൽ ആപ്പ്. സാഹേൽ ആപ്പ് നമ്മുടെ കൈകളിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് അറബിക്കിലാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്ന് കിട്ടിയ ഒരു പുതിയ ഇൻഫർമേഷനാണ് ഇന്നത്തെ അറബ് ടൈംസ് കുവൈറ്റിൽ വന്നിട്ടുള്ളതാണ്. ലോങ് അവൈറ്റഡ് ഇംഗ്ലീഷ് വേർഷൻ വന്നിട്ടുണ്ട്. അതായത് സാഹേൽ ആപ്പ് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ലോങ് അവൈറ്റഡ് ഇംഗ്ലീഷ് വേർഷൻ ഓഫ് സാഹിൽ ആപ്പ് ലോഞ്ചഡ് 26/9/2024 കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ലാംഗ്വേജസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് ഒത്തിരി എല്ലാവരും യൂസ് ചെയ്യുന്ന ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അറബിക് ആൾക്കാരും അതുപോലെ അതർ റെസിഡൻസ് ഒക്കെ ഒത്തിരി അതിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാഹേൽ ആപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു 3 ലൈൻസ് കാണും. ഞാനത് ജസ്റ്റ് എൻ്റെ ആപ്പിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഗ്ലോബ് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓപ്പൺ ദ സാഹേൽ ആപ്പ് ദെൻ ലാംഗ്വേജ് സെറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ സാഹേൽ ആപ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം നമുക്ക് എല്ലാ സർവീസസും നമുക്ക് ഈ ഒരൊറ്റ ആപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പബ്ലിക് അതോറിറ്റി റിലേറ്റഡ് ആണ്, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ റിലേറ്റഡ്, മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ട്രാഫിക്, ഹെൽത്ത് റിലേറ്റഡ്, പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയർ, അങ്ങനെ എല്ലാ സർവീസസും നമുക്ക് വന്നിട്ട് ഈ സാഹേൽ ആപ്പിൽ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയ കാരണം ഇത് യൂസ് ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. അതുപോലെ നമുക്ക് എപ്പോഴും നമുക്ക് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ഡിജിറ്റലി അത് വന്നിട്ട് സെക്യൂർ ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി. പിന്നെ ഒത്തിരി പോപ്പുലറാണ്, ഇത് വൈഡ് അഡോപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഈ ഒരു ആപ്പ് മതി. അപ്പോൾ ഇത് ഒത്തിരി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഉള്ള സാഹേൽ ആപ്പ് വന്നിട്ട് 2035, അതായത് 2035 വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹേൽ ആപ്പിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ സാഹേൽ ആപ്പ് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സാഹേൽ ആപ്പ് വന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാഹേൽ ആപ്പ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത കാരണം കൊണ്ട് അത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സാഹേൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് വന്നിട്ട് ആയിട്ട് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സാഹേൽ ആപ്പ് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സാഹേൽ ആപ്പ് തുറന്നപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് തുറന്ന് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു എബോ ആയിട്ട് നമുക്കൊരു 3 ലൈൻസ് കാണും. അപ്പോൾ ഈ 3 ലൈൻസിൽ ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജസിൻ്റെ ഒരു പോർഷൻ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ വരും ഇംഗ്ലീഷ് ഓർ അറബി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സർവീസസും നമുക്കിനി ഇംഗ്ലീഷിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ സർവീസസ്, നോട്ടിഫിക്കേഷൻസ്, അപ്പോയിൻമെൻറ്റ്, ന്യൂസ് മാത്രം വന്നിട്ട് അറബിയിലാണ് കേട്ടോ കാണുന്നത്. ഇപ്പം നമ്മുടെ പ്രൊഫൈലായാലും നമ്മുടെ സർവീസസ് ആയാലും നമുക്കിപ്പോൾ ഏത് സർവീസസ് വേണമെങ്കിലും ഇതിൽ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലുള്ള സർവീസസ് ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ മീറ്റ പോർട്ടൽ വഴി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സർവീസസും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ സാഹേൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ സാഹേൽ ആപ്പ് തുറക്കുക. ഇപ്പോൾ എൻ്റെ സാഹേൽ ആപ്പ് തുറക്കുമ്പോൾ എനിക്കത് ഇംഗ്ലീഷിലാണ്, ഞാനത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.